ഇപ്പോൾ കോടികളുടെ കണക്ക് ഏത് കമ്പനികൾ ആർക്കൊക്കെ കൊടുത്തു എന്നതിന്റെ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടും ശ്രീ പത്മനാഭന് അത് വ്യക്തമായിട്ടില്ല, സുപ്രീം കോടതി നൽകിയിട്ടില്ല എന്ന വാദം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതി വരെ പോയ പാർട്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് DMK വഴി ഇലക്ട്രൽ ബോണ്ടായി DMKക്ക് കിട്ടിയ തുകയിൽ നിന്ന് 25 കോടി കിട്ടിയിരിക്കുന്നു എന്ന ആരോപണത്തിനുള്ള മറുപടി, അതും സാന്റിയാഗോ മാർട്ടിന്റെ പണം. എന്തു നുണയും എങ്ങനെയും പറയുന്നതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തവരാണ് നമ്മുടെ നാട്ടിലെ BJP. അധികാരത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും അത് വെച്ച് ഞങ്ങൾ അങ്ങ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തിയത്. ഇവിടെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി അങ്ങേയറ്റം ഭീകരമായ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കാനുള്ള ശ്രമമാണ്. ഒരു തരത്തിലുമുള്ള വിയോജിപ്പുകൾ, ഒരു തരത്തിലുമുള്ള ഭിന്നാഭിപ്രായങ്ങൾ, സംവാദങ്ങൾ, ഇതൊന്നും BJPയുടെ 4 അയലത്തുകൂടി പോലും ഈ 10 വർഷമായിട്ട് പോകുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ BJP വളരെ ശക്തമായിട്ട് തന്നെ പറയാം, പഴയതല്ല. ഇപ്പൊ അങ്ങനെ വളരെ കൃത്യമായിട്ടാണ് മോഡി അമിത്ഷാ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ രൂപം. അതിന്റെ ഭാഗമായിട്ട് എന്തും പറയും, അതിനൊന്നും ഒരു യുക്തിയും വേണ്ട, ഒരു ലോജിക്കും വേണ്ട എന്നുള്ളതാണ് സമീപനം. അതിന്റെ ഭാഗമാണ് ഈ തമിഴ്നാട് ഭരിക്കുന്ന DMKയുടെ പണി CPMന്റെ പോസ്റ്റ്മാൻ ആവലാണോ? സാന്റിയാഗോ മാർട്ടിൽ നിന്ന് അവര് പണം വാങ്ങിച്ച് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ ഈ MK സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പോസ്റ്റ്മാൻ പണിയെടുക്കുന്ന പാർട്ടിയല്ലല്ലോ. അവര് കേരളത്തെക്കാൾ വലിയ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ. അവർക്ക് എന്തിനാ അവിടെ താരതമ്യേന ചെറിയ പാർട്ടിയായിട്ടുള്ള CPMന് ഇങ്ങനെ പോസ്റ്റ്മാൻ പണിയെടുത്ത് പൈസ തരേണ്ട കാര്യമുള്ളത്? CPM ഇവിടെ ഒരു സംസ്ഥാനം തന്നെ ഭരിക്കുന്ന പാർട്ടിയല്ലേ. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിക്ക് പോലും ഇലക്ട്രൽ ബോണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇന്ത്യയിൽ ലഭിക്കാൻ? അപ്പൊ ഞങ്ങളുടേതൊരു നിലപാടാണ്, ഒരു ആദർശമാണ്, ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ BJP അതാണോ? നിങ്ങൾ RSSന്റെ പാരമ്പര്യവും കേഡർ സ്വഭാവവും പറഞ്ഞിട്ട്, നിങ്ങൾ കോൺഗ്രസ് കാലത്തെ അഴിമതിയെ കുറിച്ച് പറഞ്ഞിട്ട് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് അല്ലേ നിങ്ങൾ നടത്തിയിരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സകല സമ്പത്തും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ അദ്ദേഹം പറയുകയാണ് കള്ളന്മാരാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാ? ശ്രീ പത്മനാഭ, നിങ്ങളൊന്ന് പറഞ്ഞ. മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി അജിത് പവാർ. ആ അജിത് പവാറിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മോഡി ഉൾപ്പെടെ പറഞ്ഞത് എത്ര കോടികളുടെ അഴിമതിയെ കുറിച്ചാ? 25,000 കോടി രൂപയുടെ അഴിമതി. ഇന്നലെ അദ്ദേഹത്തിന്റെ കേസുകൾ മുഴുവൻ നിങ്ങൾ എഴുതി തള്ളിയില്ലേ? അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയില്ലേ? അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കൂടേക്ക് വന്നതാണല്ലോ പ്രഫുൽ പട്ടേൽ. ആ പ്രഫുൽ പട്ടേൽ നേരത്തെ UPA ഗവൺമെന്റിലെ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ അഴിമതിയെ കുറിച്ചിട്ട്, അന്ന് എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനം വാങ്ങിയതിനുള്ള അഴിമതി, നിങ്ങൾ എന്താ മിനിഞ്ഞാന്ന് നിങ്ങളുടെ ഏജൻസികൾ നടത്തിയിട്ടുള്ള ഉത്തരവ്? നിങ്ങളല്ലേ പറഞ്ഞത് പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനാണെന്ന്? നിങ്ങളല്ലേ കൊണ്ടുപോയി പരാതി കൊടുത്തത്? നിങ്ങളുടെ അന്വേഷണ ഏജൻസികളല്ലേ അന്വേഷിച്ചത്? നിങ്ങളുടെ കൂടെ വരുമ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായില്ലേ? ആരാ? അശോക് ചവാൻ. ഇന്ത്യയുടെ പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, ആ ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിലെ മുഖ്യപ്രതിയായ അശോക് ചവാൻ നിങ്ങളുടെ കൂടെ വന്നപ്പോ പരിശുദ്ധനായി മാറിയില്ലേ? നിങ്ങൾ നോക്ക്, ഈ ബംഗാളിലെ തപസ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എന്തുമാത്രം അഴിമതി ആരോപണങ്ങൾ പറഞ്ഞു. ജനുവരിയിൽ ഈ ജനുവരിയിൽ 2024 ജനുവരിയിൽ ED അദ്ദേഹത്തെ റെയ്ഡ് നടത്തിയതാ സ്മൃതി. പക്ഷെ മാർച്ചിൽ അദ്ദേഹം BJPയിൽ ചേർന്നതോടുകൂടി പ്രശ്നങ്ങൾ ഇല്ലാതായി. ഇനി ഇപ്പൊ നോക്കി നിങ്ങൾ DLF, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേയുമായിട്ട് ബന്ധമുള്ള DLFനെതിരായ അന്വേഷണം എന്തായി? ശ്രീ C പത്മനാഭ, എന്തേ അത് മുരടിച്ചു പോകുന്നത്? എന്തേ അത് നടക്കാത്തത്? നിങ്ങൾക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ DLFൽ നിന്ന് 75 കോടി BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോഴല്ലേ? നിങ്ങൾ എന്നിട്ട് പറയുന്നു ഒരു രേഖയും പുറത്തുവിട്ടില്ല. നിങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുമല്ലോ. ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഒറ്റ മിനിറ്റേ വേണ്ടു. സുപ്രീം കോടതി കേസിൽ ഇടപെട്ടു. തനിയെ ഇടപെട്ടതല്ല. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം. 5 കൊല്ലം മോഡിയും അമിത്ഷായും കൂടി നടത്തിയത് ഭരണഘടനാ വിരുദ്ധമായ സംഗതിയാ. നിങ്ങൾ ആ നിയമം തന്നെ റദ്ദാക്കി. എന്നിട്ട് സ്റ്റേറ്റ് ബാങ്കിനോട് പറഞ്ഞു ഉടനെ കൊടുക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ C പത്മനാഭ പുറത്തുവിടുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കാൻ തയ്യാറാവ്. അല്ലാതെ സുപ്രീം കോടതി പുറത്തുവിടുന്നല്ല പറഞ്ഞിട്ടുള്ളത്. ആദ്യം കൊടുക്കാൻ തയ്യാറായില്ല SBI, ശക്തമായിട്ട് ഇടപെട്ടു. അപ്പൊ പകുതി കൊടുത്തു. പിന്നെയും പറഞ്ഞു കോടടക്കം കൊടുക്കണം.
കോഡടക്കം കൊടുത്ത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. അപ്പോ ഏത് സംഘടന, ഏത് വ്യക്തി, ഏത് സ്ഥാപനം, ഏത് പാർട്ടിക്ക് കൊടുത്തു? ഈ വിവരങ്ങളെല്ലാം ഇപ്പൊ പുറത്താ, പബ്ലിക് ഡൊമൈനിലാണ്. ശരി, ശ്രീ പത്മനാഭൻ അത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. ശ്രീ മാത്യു ആന്റണി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.